ഞാന് പണ്ടൊക്കെ രാവിലെ അതായത് വെളുപ്പിന് 5:30 വേവിച്ചങ്ങ് നടക്കും. പിന്നെ 7:30 തിരിച്ചു വന്നത്. ആ സമയം വരെ ആരെ കാണാനാ പൊക്കോണ്ടിരുന്നേ? പോളെ അവിടുന്ന് ആരും കാണാൻ പോകുന്നൊന്നുമല്ല. നമ്മൾ ഈ ആഞ്ഞ് നടക്കുമ്പോഴേ ആ ഒരു വാക്കിംഗ്, ആ ഒരു വർക്കൗട്ട്, ആ ഒരു എക്സസൈസ് അതിനുവേണ്ടി പോണേ. അപ്പൊ സ്റ്റാമിന കൂടുമല്ലോ. നിന്റെ വർക്കൗട്ട് എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് ആ പഴയ ഊർജം ഒന്നുമില്ല കേട്ടോ. അതളിയും പറഞ്ഞാലും കാര്യമുണ്ട്. സുഖമില്ല നീ. ആ ഒരു കാലത്ത് എത്ര പെമ്പിള്ളാരുണ്ടായിരുന്നവനാ, ഇപ്പൊ കണ്ടില്ലേ? ശവത്തി കുത്താളി. എടാ ശവത്തി കുത്തിയൊന്നും അല്ലടാ. നിന്റെ ഈ പ്രായത്തില് ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ഒക്കെ വേണം. എങ്കിലേ വീറും വാശിയോട് കൂടി ലൈഫ് സക്സസിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. പിന്നെ പറഞ്ഞു വരുമ്പോ നീ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുകയാണ്, ഒരു സ്ഥിര വരുമാനം ഒന്നുമില്ല. പക്ഷെ എല്ലാം ഒന്ന് സെറ്റ് ആക്കി എടുക്കണോടാ. ശരിയാ അളയാൻ പറഞ്ഞത് 100% ശരിയാണ്. ഒരു കണക്കിന് പറഞ്ഞ അല്ലയോ, ഈ മരുഭൂമിയാവുന്ന ജീവിതത്തിൽ പൂത്തു നിൽക്കുന്ന പനിനീർ പൂവാണല്ലോ പ്രണയം. സത്യം പറഞ്ഞാലേടാ, ഉണ്ടാക്കി എടുക്കുന്നതല്ല, ഉണ്ടായി വരുന്ന നഷ്ടങ്ങളാണ് ഇഷ്ടങ്ങൾ. അളയോ, ഞാൻ അളിയന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചാ അളയെ സത്യം പറയൂ? നിന്റെ അടുത്ത് ഞാൻ എപ്പോഴാണ് അളിയാ കള്ളം പറഞ്ഞേക്കണേ? ചേച്ചി എടുത്ത് കിടക്കണമെങ്കിൽ കള്ളം പറയാറില്ലേ? എടാ അത് സാഹചര്യം അനുസരിച്ച് ചില നിഷ്കളങ്കമായ കള്ളങ്ങളൊക്കെ പറയേണ്ടി വരും, സാഹചര്യം കൊണ്ട്. നിഷ്കളങ്കമായ കള്ളങ്ങൾ? ഓ, നിഷ്കളങ്കമായ കള്ളങ്ങൾ. കൊള്ളാം, നല്ല വാക്ക്, ഇഷ്ടപ്പെട്ട്. അല്ലയാ ഒരു കാര്യം ഞാൻ പറയട്ടെ, അളയും കിടുവാണ്. അളയന്റെ ആ സംസാരവും ആ ഗാംഭീര്യവും ആ വിരിവും എല്ലാം കൊണ്ട് അളി ഒരു കിടു തന്നെ. എന്റെ പൊന്നെ, എടാ ഇടയ്ക്കൊക്കെ നീ ഇതുപോലെ പൊക്കി പറയണം കേട്ടാ, എന്നാലേ കേൾക്കുമ്പോ ഒരു സുഖമുള്ളൂ. ഞാൻ പൊക്കി പറഞ്ഞല്ലെന്ന്. ഇപ്പൊ ഉദാഹരണത്തിന് അളിയനെ കാണാൻ വലിയ തരക്കേടില്ല എന്നല്ല, ഒരു കിടു തന്നെ ശരിക്കും. പിന്നെ എടാ അളിയാ, ഇന്നത്തെ ദിവസേ നീ എന്റെ കിഡ്നി ചോദിച്ച് എന്ത് ചോദിച്ചാലും ഞാനത് തന്നിരിക്കും. എന്റെ ഒരു തമാശ. അല്ലയോ, ഇത്രയും കിടുവായിട്ടുള്ള ഒരാള്, ഇത്രയും നല്ല സ്വഭാവക്കാരൻ, അങ്ങനെ ഒരാൾക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ ഒരു പ്രണയം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. അങ്ങനെ നിന്റെ അടുത്ത് പറഞ്ഞോണ്ടാ? എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ ലച്ചേച്ചി പറഞ്ഞിട്ടില്ലേ? ചേച്ചിയുടെ അടുത്ത് ആരും സത്യം പറയട്ടെ, ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. ഓ തന്നെ കമത്തി. പക്ഷേ സ്കൂളിൽ പറയട്ടെ, ഞാൻ ചെറുക്കിയത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അതായത് 7ാം ക്ലാസ് 8ാം ക്ലാസ് ആണെന്ന് തോന്നുന്നു, അവിടെ സ്കൂളില് പഠിപ്പിസ്റ്റുകളായ പെൺകുട്ടികളോട് എനിക്ക് ക്രഷ് ഉണ്ടായിരുന്നു. കാരണം ഞാനും പഠിപ്പിസ്റ്റായിരുന്നല്ലോ. പഠിപ്പിസ്റ്റുകൾക്കിടയിലുള്ള ഒരു പ്രണയം. അങ്ങനെ അങ്ങനെ അല്ല, അങ്ങനത്തെ അല്ല. നമ്മള് കോളേജിൽ പഠിക്കുമ്പോഴോ അത്രയും കൊടുമ്പിരി കൊണ്ട സീരിയസ് ആയിട്ടുള്ള പ്രണയം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അളിയൻ പറയലയാ? ഇല്ലെന്ന് ഞാൻ ലച്ചോട് പറയൂല. അളിയൻ പറ. അളിയാ, അതിനല്ലേലും ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് ഭർത്താക്കന്മാരുടെ പിൻകാല കഥകൾ നമ്മൾ ഒരിക്കലും ഭാര്യമാരടുത്ത് പറയാൻ പാടില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ആ വള്ളി ഇട്ട് തന്നെ നമ്മുടെ കഴുത്തി കുരുക്കി കൊല്ലും. അതൊക്കെ കറക്റ്റ് തന്നെ. പക്ഷേ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് കഴിഞ്ഞാലേ പാല് പിരി, നമുക്ക് ചായ ഇട്ട് കുടിക്കണ്ടേ? മക്കളെ ചായ ഇട്ട് കുടിക്കണം. എന്തൊരാവേശം! തൂക്കിക്കോളാം. நீ என்னப்பா இங்க நிக்கிற? டாட்டி നീ ഇവിടെ ഉണ്ടായിരുന്നോ? താങ്ക് യു. ഇത് ഉനക്കുള്ള. ഞാനേ
ഞാൻ ഇങ്ങനെ ഇതുവഴി വന്നപ്പോഴേ പെട്ടെന്ന് അവിടെ ഫോൺ വന്നപ്പോ ഇവിടെ ഭയങ്കര പൊടിയായിട്ട് ഫീൽ ചെയ്തപ്പോ ഞാൻ ഇങ്ങനെ തട്ടി ഇങ്ങനെ തൂത്തുള്ളായിരുന്നു. അപ്പുറത്തൊക്കെ പൊടിയുണ്ട്. അവിടെ തൂത്ത്. சித்து உனக்கு பிரேக்ஃபாஸ்ட் சாப்பிட வேண்டாமா? உனக்கு பிடிச்ச அப்பவும் கடலைக்கறியும் இருக்கு. കുറച്ചായിട്ട് കഴിക്കാം. எனக்கு சித்துக்கு ஆகாரம் கொடுக்கறதுக்கு ரொம்ப பிடிக்கும். என்னன்னா எல்லாமே ருசிச்சு சாப்பிடுவான். என்று நல்லதுன்னு சொல்லுவான். ആന്റി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോഴേ നാട്ടിലെ ആഹാരത്തിന്റെ വില അറിയത്തുള്ളൂ. ഞങ്ങളെല്ലാരും കൂടെ ഗൾഫിലോട്ട് വരണമെന്ന് വിചാരിച്ചാ, പക്ഷെ കൊണ്ടുപോയില്ലാട്ടാ. പാറൂസേ ഇനിയും സമയമുണ്ടല്ലോ, നമുക്കേ ഒരു തവണ ദുബായ് ട്രിപ്പ് പ്ലാൻ ചെയ്യാം. കനകം, ഫ്രിഡ്ജിനകത്ത് നോക്കിയപ്പോഴേ കുറച്ച് മീനേ ഇരിപ്പുള്ളൂ. അത് പൊരിക്കാനും കറി വെക്കാനും കൂടി ഇല്ല. പിന്നെ ഉള്ളതെടുത്ത് ഞാൻ വെളിയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് കറി വെക്കാം. அம்மா நீங்க கிச்சன் கதவு சாத்தினீங்களா? അതെന്തിനാ ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴല്ലേ ഈ കഥ അടച്ചിട്ടിട്ട് പോന്നേ? ஐயோ அம்மா அந்த பூனை வரும் அம்மா, மீனெல்லாம் எடுத்துட்டு போகும். എന്ത് പൂണ? അപ്പൊ ഇന്ന് പൊരിച്ച മീനില്ലേ? ഇന്ന് പൊരിച്ച മീൻ കൂട്ടണ്ട. സാധാരണ ഞായറാഴ്ച സ്പെഷ്യൽ ഉണ്ടായിരുന്നായിരുന്നു, ഇപ്പൊ അതും ഇല്ലേ? പാറൂസേ വിഷമിക്കണ്ട കേട്ടാ, നമുക്ക് അടുത്ത ഞായറാഴ്ച നാടൻ കോഴി മേടിച്ചിട്ട് കറി വെക്കും. അടുത്ത ഞായറാഴ്ച നമുക്ക് നാടൻ കോഴി മേടിച്ചിട്ട് കറി വെക്കാം. അയ്യോ, അടുത്ത ഞായറാഴ്ച പറ്റത്തില്ല. അടുത്ത ഞായറാഴ്ച പടവലത്ത് പോണ്ടായോ? അത് ശനിയാഴ്ച തന്നെ പോവുകയും വേണം. എങ്കിൽ പിന്നെ പടയെടുത്ത് വെച്ച് ചിക്കൻ കറി ഉണ്ടാക്കാം. അതാവുമ്പോ ആറ്റിലേ കുറെ വെള്ളവും പൊങ്ങിയിട്ടുണ്ട്, അപ്പൊ വെള്ളത്തിലും കളിക്കാം. ആറിന്റെ അവിടെ കാണാൻ പോയാലേ നീ വിവരം അറിയും. വീടിന്റെ നടുമുറ്റത്ത് മഴ പെയ്യുന്നുണ്ടിട്ടേ കൊറേ നാളായി. അതെ, ഞായറാഴ്ച വേറെ പരിപാടി ഒന്നും ഏറ്റുപിടിച്ച് വെക്കല്ലേ. ഞായറാഴ്ച പടവലത്ത് പോയേ പറ്റത്തുള്ളൂ. തെറ്റി പോയേക്കാ. എന്നാ പിന്നെ ശനിയാഴ്ച നമുക്ക് പോവാം. പാറൂസേ പടവലത്ത് പോകുമ്പോഴേ പഠിക്കാനുള്ള ബുക്ക് എടുക്കാൻ മറക്കണ്ട. എന്തോന്നല്ലയാ, 2 ദിവസം പടയലത്ത് പോയി നിന്ന് ഞാൻ പഠിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ പടയലത്ത് പോവാന്ന് പറഞ്ഞു. ഇനിയിപ്പൊ കല്യാണത്തിന് പോകുമ്പോഴും ബുക്ക് എടുക്കാൻ പറയോ? ചിലപ്പോ പറയും. ഞാനൊക്കെ അങ്ങനെ കൊണ്ടുപോയിട്ടുള്ളതാ. പിന്നെ മകളെ പാറുവേ, നീ പോയി ചേട്ടനെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് വന്നേ. ചേട്ടനിപ്പോ ചായ കുടിച്ചോണ്ടിരിക്കുവല്ലോ. ചായയുടെ അളവ് കൂട്ടാനാണ് ചൂടുവെള്ളം കൊണ്ടുവരാൻ പറഞ്ഞ പോടി. ചേട്ടൻ എടുത്തു കുടിച്ചൂടെ? കുറച്ച് പച്ചവെള്ളം ഇപ്പൊ എടുത്തു പാടി. ഓ ഓ, ഞാനിവിടെ പോണായിരിക്കും. എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞാ പോരെ. അല്ലയാ ഗ്ലാസ് ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുവെക്കാം. അല്ലയോ എന്താ? ഞാനേ നേരത്തെ ഇവിടെ നോക്കിയപ്പോളേ അയനെന്തോ ഇങ്ങനെ കണ്ണടച്ചോണ്ട് എന്തോ ആലോചിച്ചോണ്ടിരുന്നുണ്ട്. എന്തോ അതോ? അതൊന്നുമില്ലടാ. ഇതേ കാലാട്ടം, ആ ഒരു ചെറിയ ഒരു ഫീല് പിടിച്ചുള്ള ഇരുത്തം. കാര്യം പറ. എടാ ചുമ്മാ ഡിസ്റ്റർബ് ചെയ്യാതെ പോടാ. അളയാ എന്തിനടിയാ അളയാ? എന്റെ മനസ്സിൽ എന്തെങ്കിലും അലട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറ. നമ്മുടെ മനസ്സിലെല്ലാം സേഫ് ആയിരിക്കും. മാത്രമല്ല നമ്മളെ എന്തെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരാളുടെ പിന്നെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിൽ ഇറങ്ങിപ്പോവും. എടാ ചില രഹസ്യങ്ങളെ അങ്ങനെ എല്ലാരോടും പറയാൻ പറ്റത്തില്ല. അത് നമ്മളോടൊപ്പം മണ്ണിലലിഞ്ഞങ്ങ് പോവും. മണ്ണിൽ അലിഞ്ഞങ്ങ് പോവും. അളിയൻ പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞ ഞാനത് മണ്ണിൽ അലിച്ചങ്ങ് കളയും. ഒന്ന് പറ. എടാ അളിയാ, അല്ലെങ്കിൽ വേണ്ട, അത് പറഞ്ഞ ശരിയാവത്തില്ല. ഞാൻ പോണു. ഒരുമാതിരി വിളിച്ചു ചേർത്തിട്ട് ചോറിലെന്ന് പറയുന്ന അവസ്ഥയായി. തൂക്കാം. രാവിലെ എന്റെ കണ്ടാവശ്യനിക്ക് ഞാനൊന്ന് ചോദിച്ചും പോയി. ഇപ്പം രാവിലെ ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ചേരം മാവിൻ്റെ ഒട്ടി പോയിരുന്ന് ആലോചിച്ച്, പിന്നെ കുറച്ചേരം അപ്പുറത്ത് വരുന്ന ആലോചിച്ച്, പിന്നെ ഊഞ്ഞാലിന് അവിടെ നിന്ന് ആലോചിച്ച്, ഇപ്പൊ വേണ്ട ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന സമയം ഇപ്പൊ ഇവിടെ വന്നിരുന്ന് ആലോചിക്കുക. വിശക്കത്തുമില്ല. ഹലോ, എന്താണ് എന്താ കണ്ണ് കലങ്ങിയിരിക്കണ? എടാ അത് വേറൊന്നുമില്ല, കണ്ണില്ലേ കരട് പോയതാ. കരട് പോയതാ? എന്തിനാ?
മനസ്സിലെന്തെങ്കിലും അലട്ടുന്നുണ്ടോ? കുഴപ്പമില്ല, വിട്ടേക്ക് ചീല് കേസ്. നമ്മളെന്തിനാ ഇവിടെ ആവശ്യമില്ലാത്തൊക്കെ പിടിച്ചോണ്ടിരിക്കണേ? എടാ ഓ ഇന്ന് രാവിലെ ചോദിച്ചില്ലേ ഏ, പഴയ പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെ ഒക്കെ കാര്യം? അതാലോചിച്ചിട്ടാണോ ഞാനത് ചുമ്മാ ചോദിച്ചത്? വിട്ടേക്ക്, പറയൊന്നും വേണ്ട. എടാ കൊറേ നാളായിട്ടെ ഉം. എനിക്കൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നുണ്ട് ഒരാളുടെ അടുത്ത്. എനിക്കിതിനെ വിശ്വസിക്കാം. അതെന്തൊരു ചോദ്യം വിളിയാ? ഈ വീട്ടിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ഒരാൾ ഞാനാണ്. അല്ലേ നേരോട്ട് എന്തുവേണേലും പറഞ്ഞോ. പറഞ്ഞില്ലേലും വലിയ വിഷയമൊന്നുമില്ല. പ്രണയത്തിന്റെ കേസൊക്കെ അല്ലേ, എല്ലാ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രണയം എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നിരിക്കും. എടാ ഓ ഇതങ്ങനെ ചെറിയൊരു പ്രണയം ആയിരുന്നില്ലടാ. ആ. ചെറിയ പ്രണയം അല്ലേ? അതാ നീ രാവിലെ ചോദിച്ചപ്പോ ഒഴിഞ്ഞു മാറി. എനിക്കിപ്പോഴേ ഒന്നും മനസ്സ് തുറന്ന് സംസാരിക്കാത്തതുകൊണ്ട് എന്തോ പോലെ. എടാ നിന്നെ ഞാൻ എന്റെ അളിയനായിട്ട് മാത്രമല്ലല്ലോടാ കാണുന്നത്. നീ എന്റെ ഒരു നല്ല ഫ്രണ്ട് അല്ലേ? ആ അതൊക്കെയാണ്. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യം ഉണ്ടല്ലോ, ആ. ഒരിക്കലും ഒരിക്കലും ലച്ചൂസിന്റെ അടുത്ത് പറയാൻ പാടില്ല. പറഞ്ഞൂടാ? പറയാൻ പാടില്ല. ശിവാനിയോട് പറയാമോ? ശിവാനിയോടൊന്നല്ല, ആരോടും പറയാൻ പാടില്ല. ആരോടും പറയാൻ പാടില്ല? വേറൊന്നും അല്ലടാ, അവർക്കൊന്നും ചിലപ്പോ ഇത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരും. ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ലേ? അല്ലേ സത്യം പറയലേ, അല്ലെ വേറെ കെട്ടുവല്ലും ചെയ്തിട്ടുണ്ടോ? പിള്ളേർ വല്ലതും ഉണ്ടോ? സത്യം പറ. ഇതാ പോണാ അങ്ങനെ അളിയാടാ, ഓ ഇതേ പ്രണയമാ, എന്റെ പവിത്രമായ പ്രണയം. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ എന്റെ കോളേജ് ജീവിതം വസന്തമാക്കിയത് അവളാണ്. എന്നിലെ പ്രണയാതുരനായ മനുഷ്യനെ തൊട്ടുണർത്തിയത് അവളാണ്. അളിയാ, ഓ ജീവിതമേ ഒറ്റപ്പെടലല്ല, ഒത്തുചേരലിന്റെ ഒരു ആഘോഷമാണെന്നുള്ള തിരിച്ചറിവ് പോലും തന്നത് അവളാണ്. അളിയാടാ, അവള് നടന്നു വരുമ്പോഴേ ചെറിയൊരു തണുത്ത കാറ്റ് വീശുന്ന പോലെ എനിക്ക് തോന്നുമായിരുന്നു. അവളുടെ സംസാരം ഉണ്ടല്ലോ അളിയാ, മുത്തുപൊഴിയുന്ന പോലെ. ചിരിയും അങ്ങനെ തന്നെ അല്ലേ അളിയ? കറക്റ്റ്, ഇതാണ് പറഞ്ഞത്. ഒരു ആണിനെ ആണിന്റെ മനസ്സ് മനസ്സിലാവത്തുള്ളൂ. സത്യം പറഞ്ഞാലുണ്ടല്ലോ അളിയാ, അവളെ ഒരു ദേവതയാണ്. അളിയ അപ്പൊ എന്റെ ചേച്ചി? അവളും ഒരു ദേവത. അളിയ എന്നാലും അളിയന് ഇത്രയും വലിയൊരു സീരിയസ് പ്രണയം ഉണ്ടായിരിക്കുന്നു ഞാൻ വിചാരിച്ചതേ ഇല്ല. കുഴപ്പമില്ല. എടാ അളിയാ, അങ്ങനെ കോളേജിൽ നിന്ന് തുടങ്ങിയ പ്രണയം വിവാഹാലോചന വരെ ചെന്നു. പക്ഷെ അവളുടെ വീട്ടുകാർക്കേ ഞാൻ സെറ്റിലായി കാണണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ദുബായിക്ക് പോയത്. അങ്ങനെ അളിയൻ ദുബായിക്ക് പോയി. ദുബായിക്ക് പോയപ്പോ നാട്ടിൽ ആ കൊച്ചിന് നല്ലൊരു കല്യാണം വന്ന് ആ കൊച്ചിനെ കെട്ടിച്ചങ്ങ് വിട്ട്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് അളിയൻ നാട്ടിൽ വന്നപ്പോ അളിയനങ്ങ് കെട്ടി കൊച്ചായി സന്തോഷമായിട്ട് ഇപ്പൊ ജീവിക്കണം. പ്രശ്നം കഴിഞ്ഞ്. അളിയന്റെ കല്യാണം കഴിഞ്ഞു, പക്ഷെ ഉമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഉമ്മയല്ല, ഉമ്മ. ഉമ്മ കെട്ടിയില്ല. സ്റ്റിൽ സിംഗിൾ. സിംഗിൾ. അളിയാടാ, ഞാനൊരു മനുഷ്യനോട് പോലും പറയാത്ത കാര്യം കേട്ടോ. ആരൊന്നും പറഞ്ഞേക്കല്ലേ. ഫ്രണ്ട് അളിയൻ ഒരാളോട് പറയരുത് കേട്ടാ. ഒന്ന് മനസ്സ് തുറന്നു ഭയങ്കര ആശ്വാസം. താങ്ക് യു.
എന്റെ പൊന്നു ദൈവം ഇത് അടുത്തൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു, പറയാനും പറ്റത്തില്ല. പറഞ്ഞാൽ കുടുംബവും കലങ്ങി. ആവശ്യമില്ലായിരുന്നു ചോദിച്ചു. ചേട്ടൻ എന്താ നോക്കുക? ഞാൻ ചുമ്മാ ഇങ്ങനെ അളിയനെ ഇങ്ങനെ അളിയനോട് സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കാണല്ലോ. ഏതോ ഫ്രണ്ടിനെ വിളിച്ച് സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. സംസാരിച്ചോട്ടെ പാവളിയൻ. ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുന്ന രീതി അല്ലല്ലോ ഇത്. ഫ്രണ്ടിന്റെ അടുത്താണോ സംസാരിക്കുന്നത് അല്ലാതെ സംസാരിക്കുന്ന രീതിയാണോ എന്നൊക്കെ നിനക്ക് അങ്ങനെ അറിയാം? നീ പോയെ. ഞാനൊന്ന് പോയി ചോദിക്കട്ടെ അളിയന്റെ അടുത്ത്. അളിയന്റെ അടുത്ത് എന്തോ ചോദിക്കാൻ മതി? അല്ല, ആരുടെ അടുത്ത് സംസാരിക്കണം? അളിയൻ അവിടെ സീരിയസ് ആയിട്ട് എന്തോ ദുബായിലെ കാര്യമൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. ഇപ്പൊ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അളിയൻ എല്ലാം വിളിച്ചു പറയും. വഴക്ക് കേൾക്കണോ? വേണ്ട. പിന്നെ അകത്ത് കയറി പോ. ഓക്കേ. അങ്ങോട്ട് പോവല്ലേ? ഇല്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള ഓരോ സാഹചര്യങ്ങൾ കൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതല്ലേ. ശരിയാണ്, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കോണ്ടാക്ട് നമ്മൾ കീപ്പ് ചെയ്യണം. ഇത്രയും വർഷമായില്ലേ, ഉറപ്പായിട്ടും. പിന്നെ അത് പറയേണ്ട കാര്യമുണ്ട്. അതെ. ഞാൻ ഉറപ്പായിട്ടും വിളിക്കാം. ശരി, ഓക്കെ. ആരളിയാ ഫോണില്? അളിയാ, ആരോടാ ഞാൻ സംസാരിച്ചോണ്ടിരുന്നത് മനസ്സിലായ? ആരാ? നമ്മുടെ ഉമ്മ. നമ്മുടെ ഉമ്മേ? എടാ, അവളുടെ ഫുൾ നെയിം ഉമാ മഹേശ്വരി എന്നാണ്. അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ വർഷങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. പിന്നെ നീ ഇന്ന് രാവിലെ മുതൽ പുറകെ നടന്ന് കുത്തി ഓരോന്ന് ചോദിച്ചപ്പോഴേ കുറച്ചു നേരം സംസാരിക്കാൻ തോന്നുന്നു. കുറേ നേരം ഞങ്ങൾ കൊറേ നേരം സംസാരിച്ചല്ലേ അളിയ? പഴയ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരും. ആ കാലഘട്ടമൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അളിയ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പടത്തിന് പോയല്ല, സിനിമയ്ക്ക് പോയിട്ട് കണ്ടിട്ട് പതുക്കെ വരാം. പടത്തിനൊന്നും മുമ്പ് ഒരു മൂഡിലാണ് ഞാൻ. വേറെ ഒരു ലോകം. അളിയ, ഞാനിതിപ്പോ എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണെന്ന് വിചാരിക്കരുത്. എന്നാലും ഒന്ന് ചോദിച്ചോട്ടാ, മറ്റേ പറഞ്ഞ പുള്ളിക്കാരിയെ ഉമാ മഹേശ്വരി, കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞല്ലോ, അതെന്തു പറ്റി? ശരിക്കും പറഞ്ഞാ അവൾക്ക് കുറെ ആലോചനകൾ വന്നതാണ്. പക്ഷെ അവള് സമ്മതിച്ചില്ല. ആ പുള്ളിക്കാരി അങ്ങനെ പോയി. അപ്പൊ അളിയന് ഒരു പെണ്ണാലോചന വന്നപ്പോൾ തന്നെ അളിയൻ വളരെ സുന്ദരിയും സുശീലയും സൽസ്വഭാവിയുമായ ഒരു ഭാര്യയെ കല്യാണം കഴിച്ചു. ഇപ്പൊ നല്ല തങ്കക്കുടം പോലൊരു കൊച്ചുണ്ട്, സ്വസ്ഥമായിട്ട് ജീവിക്കണ്. അപ്പൊ അവർക്ക് അവരുടെ പാട്, നമുക്ക് നമ്മുടെ പാട്. അതങ്ങനെ അല്ലടാ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്തെ എനിക്കൊരു റോങ് ഇൻഫർമേഷൻ കിട്ടി. ഉമ്മയുടെ കല്യാണം കഴിഞ്ഞു. അതുകൊണ്ടാ ഞാനിപ്പം ഇവിടെ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അളിയ. എടാ, പിന്നെ ഉമ ഇപ്പൊ കൊച്ചിയിലുണ്ട്. സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ അവക്ക് എന്നെ കാണാൻ ആഗ്രഹമുണ്ട്. ഞാൻ സമ്മതിച്ചു. ഉമ്മ എവിടെ? കൊച്ചിയിലുണ്ടെന്ന്. കൊച്ചിയിലാ? അപ്പൊ ഉമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തിന്? എടാ, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. വന്നോട്ടെ. നീ ഇത് ആരുടെ പറയാൻ നിൽക്കണ്ട കേട്ടോ. ഉമ്മയിന്ന് വരും. ഓക്കെ? ഉമ്മ, എത്ര മണിക്ക്? എന്തിന്റെ കേടായിരുന്നു? നേരെ വരുമ്പോ ഒരു പച്ച ഗേറ്റ് കാണും. പച്ച ഗേറ്റ് കഴിഞ്ഞ് ക്രോസ് ചെയ്ത് വരുമ്പോ രണ്ടാമത്തെ വീട്. ഞാൻ പുറത്തോട്ട്. ഓക്കേടി.
അളിയാ ആ? ഉമ്മ ഇപ്പൊ എത്തും. നിനക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേടാ? നീ കാര്യങ്ങളൊക്കെ ലിബറലായിട്ട് ചിന്തിക്കുന്നവനാന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാണിനല്ലേ മറ്റൊരാണിന്റെ മനസ്സ് മനസ്സിലാകത്തുള്ളൂ. പിന്നെ നീ നിന്റെ സ്വന്തം പെങ്ങളെ മറന്നാണ് ഈ കാര്യങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുന്നത്, നീ ഓർക്കണം. ഒരു സഹോദരനും അഭിമുഖീകരിക്കാത്ത സാഹചര്യമാണ് ഇത്. ഇതിന് ഞാൻ എന്നും നിന്നോട് കടപ്പെട്ടിരിക്കൂടാ. അളിയ ആ പെണ്ണുമ്പിള്ള എപ്പോ വരും? ലച്ചുവാ, അവളെപ്പോഴാ വരുന്നതെന്ന് എനിക്കറിഞ്ഞു. അതല്ല, ആ പെൺകുട്ടി എപ്പോ വരും? ഉമാ മഹേശ്വരിയോ, പുള്ളിക്കാരി ഇപ്പൊ എത്തും. അളിയ പിന്നെ ഒരു കാര്യം പറയട്ടാ, തല പോയാലും ഒരു കാര്യവും വേറെ ആരോടും നീ പറയരുത്. ഓക്കെ? ഇത് പിന്നെ എല്ലായിടത്തും പറയാൻ പറ്റണ കാര്യമായോണ്ട് കുഴപ്പമില്ലല്ലോ. അളിയ, ഞാൻ എന്റെ ഒരു സമയമോശത്തിന് ഒന്നുമില്ല. ചില സമയം നമ്മൾ ആലോചിക്കാതെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമായിരുന്നു ഇതൊക്കെ. അതങ്ങനെയാടാ, നമ്മള് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. കറക്റ്റാ. ഈ പുള്ളിക്കാരി എപ്പോ പോവും? അത് പറയാൻ പറ്റത്തൊന്നുമില്ല. എടാ, കൊറേ നാളുകൾക്ക് ശേഷം എന്നെ കാണുമല്ലേ, അപ്പൊ പറഞ്ഞു വിടാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചേ? നമുക്കേ വീടിന്റെ അകത്തേക്ക് കേട്ടണ്ടല്ലേ, നോക്കാം. അളിയാ, ഉമ്മ